അല്ല, ഇവിടെയൊക്കെ ഒരു ചോദ്യം ബാല ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമാണ്. കുട്ടിക്കൊരു പ്രായപൂർത്തിയായിട്ടില്ല, കുട്ടിക്കൊരു പക്വത ആയിട്ടുള്ളൂ, ഒരു പെൺകുട്ടിയാണ്, ഒരു തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ കാണിക്കണമെന്ന് എല്ലാ ശനിയാഴ്ചയും കാണിക്കണമെന്നും, എല്ലാ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ കാണിക്കണമെന്നും, അതോടൊപ്പം തന്നെ ക്രിസ്മസ് ഉൾപ്പെടെ കാണിക്കണമെന്ന് കോടതിയുടെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് ഈ പറയുന്ന അവർക്കും കിട്ടിയിട്ടുണ്ട്, താങ്കളുടെ അടുത്തുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് അഭിഭാഷകരുമുണ്ട്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ ഇവിടെ നിയമമുണ്ട്, പോലീസുണ്ട്, ഇല്ലേ? ഇല്ലേ? നിയമമുണ്ടല്ലോ. കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് ഉണ്ടോ? നിയമമുണ്ട്. ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അപ്പൊ ആ രീതിക്ക് ആ രീതിക്ക് മൂവ് ചെയ്തിരുന്നു. നിയമം ഉണ്ടല്ല. ரொம்ப സിമ്പിളാ പുരിഞ്ഞുക്കോங்க. നിങ്ങൾ കോടതിയിലെ കയറി ഇറങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേസിനായിട്ട് 6 വർഷം കയറി ഇറങ്ങിയവനാ. എന്നിട്ടാണ് ഈ വിധി. ഞാൻ കയറി ഇറങ്ങുവനാ. പിന്നലെ ഒരു സൂപ്പർ വീഡിയോ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിട്ട് ഒരു ചിന്ന പയ്യൻ ഇറക്കിയിരിക്കുകയാണ്. அந்த പയ്യനുക്ക് ജീവൻ കൊടുത്തത് ഞാൻ തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. 5 വർഷം ഞാൻ ഒന്നും തുറന്ന് പറഞ്ഞിട്ടില്ല കോടതിയിൽ. പോക്സോ കേസിന് എന്നാ தெரியுமா സാർ? എന്നെ വലിയ കുറ്റം തന്നെയാണ്. അതെ, വലിയ കുറ്റം. 3 വയസ്സുള്ള എൻ്റെ മകളെ ഞാൻ റേപ്പ് ചെയ്യുവോ? ഞാൻ ചെയ്യുവോ? 1500 മേലെ പിള്ളേരെ ഈ ഭൂമിയിൽ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക. ഞാൻ ചെയ്യുവോ? എൻ്റെ സ്വന്തം മകളെ പോട്ടാങ്കല്ല കേസ്. കോടതി എടുത്തില്ല. അതും അനുഭവിച്ച ഒരു മനുഷ്യൻ ഞാൻ. കോടതി ഒരിക്കലും എടുത്തില്ല. ചുമ്മാ അറിയാത്ത കാര്യങ്ങൾ ആർക്കും പറയാം. എന്നാ വേദന ഉണ്ടാവും. താങ്കളുടെ മകളെ നിങ്ങൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കൊല്ലാനുള്ള ദേഷ്യമാണ് സാർ. ഇതെല്ലാം അനുഭവിച്ച ഒരു മനുഷ്യനാണ് സത്യം പറയുന്നത്. എന്നാ സത്യങ്ങൾ കുറച്ച് പറഞ്ഞാലും കുറ്റം എൻ്റെ പേരിൽ പറയാം. ഇതെല്ലാം ഓൺ ലൈഫിൽ നടക്കണം. അപ്പം തെരിയും വേദന എന്നിട്ട് இந்த இன்டர்வியூல ஒரு தீர்மானம் எடுக்கலாம் சார். தீர்மானம் எடுத்துட்டு நீங்க போயா மതി. നമ്മളൊരു കോടതി അല്ലല്ലോ. ഇല്ല, മനസാക്ഷി தான் സാർ കോടതി. മനസാക്ഷി தான் സാർ. തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാ ഈ കാര്യങ്ങൾ വെച്ച് നിയമങ്ങളുണ്ട്, നിയമവ്യവസ്ഥയുണ്ട്. അപ്പോൾ നേരെ കൗണ്ടർ കേസുകൾ വന്നു. ഇപ്പം இன்னொரு விஷயம் சார், எனக்கு இப்போ இந்த கேஸ் ஸ்டார்ட் பண்ணும்போது 30 வயசு சார். இந்த கேஸ் எண்ட் ஆகும்போது எனக்கு ஒரு பிரதீட்சை உண்டாவில்லை. இவ்வளோ கஷ்டப்படுறேன். இதுக்கிடையில் எனக்கு ஆக்சிடென்ட் ஆகி போச்சு. ലെഫ്റ്റ് ലെഗ് വിളങ്ങാതെ പോச்சு. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. തടി കൂടുന്നുണ്ട്. அந்த ടൈമിൽ ഒന്നും ഭയങ്കര, ஏன்னா ഫൈറ്റുன்னா எனக்கு അത്ര ഇഷ്ടം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കോടതിയിൽ ഏറി ഇറങ്ങി ഒരു ന്യായത്തിന് 5வது വർഷമാണ് ഞാൻ എവിഡൻസ് കൊടുക്കുന്നത്. കാരണം പോക്സോ കേസ് മേലെ ഇട്ട തൊട്ട് ഡിഫൻസുകാണ് ഞാൻ എവിഡൻസ് കൊടുക്കുന്നത്. ഏൻ ബാല ഇത് മുമ്പേ പറഞ്ഞില്ല. കാരണം എൻ്റെ മകൾ കോടതിയിൽ കൊടുത്തത് സാർ. അപ്പൊ നിയമം എന്നെ നല്ല പുരിഞ്ഞുക്കോங்க. ഇപ്പൊ അവസാനം ഞാൻ പോക്സോ കേസ് മേലെ കൊടുത്തത് കൊണ്ടാണ് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞത് കോടതിയിൽ. കോടതി തുറന്നു പറഞ്ഞു, എവിഡൻസോടെ കൊടുത്തു. എല്ലാ റെക്കോർഡ്സും. അല്ലാണ്ട് ഞാൻ അതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്നലെ ജനിച്ച ഒരു കുട്ടി ഇന്നലെ കൊട്ടേഷൻ കൊടുത്തത് എനിക്ക്. അവനെ വളർത്തിയത് ഞാൻ. சார் பூமியில எல்லாம் சார் எப்பவும் പറയുന്നത് എന്നன்றி கொன்றார்க்கும் உய்வுண்டாம் உய்வில்லை செய் நன்றி கொன்ற மகற்கு. நீ என்ன തെറ്റ് ചെയ്താലും ദൈവം നിന്നെ വിട്ടും പരവായില്ല. ஏன்னா അവരുടെ മക്കൾ തന്നെ. നന്ദി മറന്നവനെ തിരിഞ്ഞു നോക്കില്ല ദൈവം. സിമ്പിൾ ചോദ്യം. കമന്റ് അടിക്കുന്ന എല്ലാവരിടത്തും ഒരേ ഒരു ചോദ്യം. എന്നെ വെറുക്കുവാണെങ്കിൽ വെറുത്തോ, ഞാൻ പോവാം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു 5 ഓപ്പറേഷൻ അല്ലേ, 7 ലക്ഷം രൂപ ചിലവ് ചെയ്തു. നിങ്ങളെടുത്ത് ചെയ്യേ. இன்னும் 2 പേർക്ക് സ്പോർട്സ് ഷൂ. சார் ஒன்று வேணாம், நீங்கள் എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ കയ്യിലേ 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ பண்ணுங்க. நான் ஏன் பண்ணணும்? അല്ല, ബാല ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നുണ്ട്. ബാല ചെയ്യുന്ന നന്മകൾ എല്ലാവരും കാണുന്നുണ്ട്. എനിക്ക് ഞാൻ തിരുപ്പി ഒരേ ചോദ്യം, എൻ മകൾ എവിടെ?